കേസിൽ റാപ്പർ വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. കേസിലാകെ 10 പ്രതികളാണുള്ളത്. വേടൻ കഞ്ചാവ് ഉപയോഗിച്ചുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. എസ് എസ് ശരൺ നമുക്കൊപ്പം. എസ് എസ് ശരൺ, ഗുഡ് ഈവനിംഗ്. വേടനെതിരെ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം എന്താണ്? സുജിയ, കഴിഞ്ഞ ഏപ്രിലിലാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തിരുന്നത്. അന്ന് 5 ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ഒപ്പം വേടനെ സുഹൃത്തുക്കളെയും പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നതാണ്. ഇതിൽ പ്രധാനമായും നേരത്തെ രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ആ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസർ സംഘവും ഒപ്പം തന്നെ ഹിൽ പാലസ് പോലീസ് സംയുക്തമായി പരിശോധന നടത്തി കഞ്ചാവ് പിടിച്ചെടുത്തത്. ഈ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഹിൽ പാലസ് പോലീസ് തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിൽ പ്രധാനമായും 10 പ്രതികളാണുള്ളത്. അതായത് നേരത്തെ 9 പ്രതികളാണ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഒരാൾ കൂടി ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അയാളെ കൂടി പ്രതിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 10 പ്രതികളുമായിട്ടുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ കുറ്റപത്രത്തിൽ പറയുന്നത് വേടനും സുഹൃത്തുക്കളും കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആ കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതും കുറ്റപത്രത്തിൽ പറയുന്നു. എന്തായാലും ഈ കഞ്ചാവ് കേസിന്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് പുലിപ്പല്ല് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതായത് കഞ്ചാവ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പോലീസ് പരിശോധന നടത്തിയപ്പോൾ ആ ഫ്ളാറ്റിൽ വെച്ച് പുലിപ്പല്ല് പിടികൂടിയിരുന്നു. അങ്ങനെ ആ പുലിപ്പല്ല് അക്കാര്യം വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വനംവകുപ്പ് പിന്നീട് ധൃതി പിടിച്ച് വേടന്റെ അറസ്റ്റിലേക്കൊക്കെ പോയത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും ആദ്യ കേസ്, അതായത് കഞ്ചാവ് കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, വിവരങ്ങൾ നൽകിയത് എസ് എസ് ശരൺ.